CPM പാർട്ടി കോൺഗ്രസ് തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച SDPIയുമായി ചേർന്ന് LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. ഈ കൂട്ടുകെട്ട് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ പോലും പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വോട്ടർമാർക്ക് BJP സൗജന്യമായി കിറ്റുകളും പണവും മദ്യവും വിതരണം ചെയ്തുവെന്ന് LDF പരാതി. ബാറുകളിലൂടെ മദ്യം വിതരണം ചെയ്തെന്നും ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നും LDF നേതാക്കൾ. കഴിഞ്ഞ 15 വർഷത്തിനിടെ സർക്കാർ വിവിധ മാധ്യമങ്ങൾക്കായി നൽകിയ പരസ്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ. മാർച്ച് 6 മുതൽ മാർച്ച് 31 വരെയുള്ള പരസ്യത്തിനായി ചെലവഴിച്ച തുകയും കൂട്ടിച്ചേർക്കുമ്പോൾ ഭീമമായ തുകയായി ഉയരും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. CPM പാർട്ടി കോൺഗ്രസ് തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച SDPIയുമായി ചേർന്ന് LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടുകെട്ട് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ പോലും പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? തൃശൂരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വോട്ടർമാർക്ക് BJP സൗജന്യമായി കിറ്റുകളും പണവും മദ്യവും വിതരണം ചെയ്തുവെന്ന് LDF പരാതി. ഒളരിക്കര ശിവരാമപുരം കോളനിയിലെ താമസക്കാർക്ക് സൂപ്പർ മാർക്കറ്റ് വഴി കിറ്റുകൾ വിതരണം ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. ബാറുകളിലൂടെ മദ്യം വിതരണം ചെയ്തെന്നും ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നും LDF നേതാക്കൾ ആരോപിച്ചു. വോട്ടിനായി BJP കിറ്റുകൾ നൽകിയെന്ന് പരാതി. തൃശൂർ ഒളരിയിലുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചത്. 50ഓളം പേർ കിറ്റ് വാങ്ങിയെന്നും CPM പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ കട അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CPM പ്രവർത്തകർ. അതേസമയം പണവും മദ്യവും കിറ്റും നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. പണം കൊടുത്തും മദ്യം കൊടുത്തും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ വിൽവട്ടത്തെ ഒരു ബാർ ഹോട്ടലിൽ, കോവില ഹോട്ടലിൽ അവിടെ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ ആളുകളെ കൂട്ടിയിരുന്നു. മദ്യം കൊടുക്കുന്നുണ്ട്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം 2024 നടത്തിയതിനേക്കാൾ കൂടുതലായി ഇത്തവണ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും. ശിവരാമപുരം കോളനിയിൽ നിങ്ങൾ ഈ ചാനലുകാർ അന്ന് ഇത് കണ്ടുപിടിച്ചതാണ്. ഞങ്ങളിപ്പോൾ ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിന്റെ ജനങ്ങളെ പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെയുള്ള പല സ്വർണ്ണ കച്ചവടക്കാരും ബാർ മുതലാളിമാരും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റ് മുതലാളിമാരെയൊക്കെ പല ഭീഷണിപ്പെടുത്തിയിട്ടോ സ്വാധീനിച്ചോ ഇതിനെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇതിനെതിരായി നടപടി സ്വീകരിക്കണം. BJP 2024 നടത്തിയത് വീണ്ടും നടത്തുന്നു. നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണിത്. പെട്ടിയിൽ പണവുമായാണ് കേന്ദ്ര നേതാക്കൾ വരുന്നതെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. സംഭവത്തിൽ പരാതി നൽകുമെന്നും അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിഷുവിനായി തയ്യാറാക്കിയ കിറ്റാണെന്നാണ് കടയുടമ പറയുന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ പിന്നിലാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 75 കിറ്റുകൾ തയ്യാറാക്കി വെച്ചതിൽ 50 എണ്ണം കൊണ്ടുപോയെന്നും കടയുടമ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. കഴിഞ്ഞ 15 വർഷത്തിനിടെ സർക്കാർ വിവിധ മാധ്യമങ്ങൾക്കായി നൽകിയ പരസ്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പൊതുപ്രവർത്തകനായ മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്തിന് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. മാർച്ച് 6 മുതൽ മാർച്ച് 31 വരെയുള്ള പരസ്യത്തിനായി ചെലവഴിച്ച തുകയും കൂടി ചേർക്കുമ്പോൾ ഭീമമായി തുകയായി ഉയരുമെന്ന് കരുതുന്നു. 2011 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിലെ കണക്കുകൾ പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും പരസ്യ ചെലവിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2011, 2012 മുതൽ 2015-16 വരെയുള്ള ആദ്യ 5 വർഷ കാലയളവിൽ സർക്കാർ ആകെ 142.68 കോടി രൂപയാണ് പത്രങ്ങൾക്കും ഇലക്ട്രോണിക് മീഡിയയ്ക്കുമായി ചെലവഴിച്ചത്. തുടർന്ന്
2016-17 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 142.42 കോടി രൂപയും 2021-22 മുതൽ 2026 മാർച്ച് 5 വരെയുള്ള അവസാന 5 വർഷ കാലയളവിൽ ഇതുവരെ 174.84 കോടി രൂപയും ചെലവഴിച്ചു. ഇതിൽ 2025-26 സാമ്പത്തിക വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ മാർച്ച് 5 വരെ അച്ചടി പരസ്യങ്ങൾക്കായി 50.96 കോടി രൂപയും ഇലക്ട്രോണിക് മീഡിയയ്ക്കായി 7.71 കോടി രൂപയും ഉൾപ്പെടെ ആകെ 58.67 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയിട്ടുണ്ട്. കൂടാതെ സാമ്പത്തിക വർഷ അവസാനമായതിനാൽ ഈ കണക്കുകളിൽ വരാത്ത മാർച്ച് 6 മുതൽ മാർച്ച് 31 വരെയുള്ള പരസ്യത്തിനായി ചെലവഴിച്ച തുകയും കൂടി ചേർക്കുമ്പോൾ ഭീമമായ തുകയായി ഉയരുമെന്ന് കരുതുന്നു. സംസ്ഥാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇത്രയും വലിയ തുക പരസ്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് അനീതിയാണെന്നും ഇതിന് കടിഞ്ഞാൺ ഇടുന്നതിനായി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മീഡിയ ടൈം, മാള. ചന്തപ്പുര എറിയാട് റോഡ് ജംഗ്ഷനിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് അവിടുത്തെ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് സൗകര്യപ്രദമായ മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെന്ന ജനകീയ ആവശ്യമുയരുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ സ്ഥലപരിമിതി മൂലം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും കുരുക്കിൽപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദിനംപ്രതി വാഹന അപകടങ്ങളും പതിവാവുകയാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചന്തപ്പുര എറിയാട് റോഡ് ജംഗ്ഷനിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് അവിടുത്തെ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് സൗകര്യപ്രദമായ മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ജനകീയ ആവശ്യമുയരുന്നു. ഇവിടുത്തെ സർവീസ് റോഡിൽ നിന്ന് എറിയാട് ഭാഗത്തേക്കും തിരിച്ചും ബസ്, ലോറി മുതലായ വാഹനങ്ങൾ പോകുമ്പോൾ സ്ഥലപരിമിതി മൂലം കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും കുരുക്കിൽപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദിനംപ്രതി വാഹനാപകടങ്ങളും പതിവാവുകയാണ്. ഈ ഭാഗത്തെ ഓട്ടോറിക്ഷ പാർക്കിംഗ് മറ്റൊരു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനും ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ സുഗമമായി തിരിയാൻ കഴിയുന്ന വിധം ബെൽമൗത്തുകൾ നിർമ്മിക്കണമെന്നും ആപ്ലിക്കൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം കമ്മിറ്റി യോഗം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് അധ്യക്ഷത വഹിച്ചു. CS തിലകൻ, കുഞ്ഞുമുഹമ്മദ് കണ്ണാംകുളത്ത്, ശ്രീകുമാർ ശർമ്മ, പ്രൊഫസർ K അജിത, PR ചന്ദ്രൻ, മൊയ്തീൻകുട്ടി, പ്രൊഫസർ സുലേഖ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊരട്ടി കോനൂർ സെന്റ് ജോസഫ് ദേവാലയ വികാരിക്കെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. പള്ളിയിലെത്തിയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിലാണ് ഫാദർ ജോസഫ് കൊടിയനെതിരെ കൊരട്ടി പോലീസ് നടപടിയെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വികാരി ഒളിവിൽ പോയതായാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉപദ്രവത്തിന് ഇരയായ കുട്ടി വീട്ടുകാരോട് വിവരം വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയായ വികാരി ഇതിനു മുൻപും സമാനമായ കേസിൽ പ്രതിയായിരുന്നു. ഏകദേശം 3 വർഷം മുൻപ് മറ്റൊരു പോക്സോ കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അന്നമനട കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റും താലപ്പൊലി മഹോത്സവവും ആഘോഷിച്ചു. കാഴ്ചശീവേലി, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, ലക്ഷദീപം, താലപ്പൊലി, വിളക്കെഴുന്നള്ളിപ്പ്, മുടിയേറ്റിനിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക ക്യാമ്പുകൾക്ക് തുടക്കമായി. സ്കൂൾ SMC ചെയർമാൻ RV അനിൽകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ VR ലീന, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് VV വിജി, സ്കൂൾ വികസന സമിതി ചെയർമാൻ VI ബൈജു, EA മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് മികച്ച പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി ത്രോബോൾ, ബോൾ, ബാഡ്മിന്റൺ, കബഡി, ഫുട്ബോൾ ഇനങ്ങളിലാണ് പരിശീലനം തുടങ്ങിയത്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിധികർത്താക്കളാവുകയും ചെയ്ത കായിക അധ്യാപകരുടെയും കോച്ചുമാരുടെയും നേതൃത്വത്തിലാണ് പരിശീലനം. കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വളരെ മികച്ച പ്രകടനം നടത്തി തീരദേശത്ത് ശ്രദ്ധേയമായ സ്കൂളാണ് എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച പണം എവിടെ, വീടെവിടെ എന്ന മുദ്രാവാക്യമുയർത്തി മേത്തല DYFI നായനാർ യൂണിറ്റ് കുടിൽ കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. കടുക്കച്ചുവട് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം DYFI മേത്തല മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു. DYFI നായനാർ യൂണിറ്റ് പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ MK സഹീർ, ഫൈസൽ, ആദിൽ രാഘവ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ സംഘടിപ്പിച്ചു.
എടത്തുരുത്തി പുളിഞ്ചോടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. PH നിയാസ് അധ്യക്ഷനായി. നേതാക്കളായ KS ഷിഹാബ്, TP രഘുനാഥ്, TK സുധീഷ്, AD സുദർശനൻ, VK ജ്യോതി പ്രകാശ്, AV സതീഷ്, ഷീന വിശ്വൻ, മുഹമ്മദ് ചാമക്കാല, KV രാജേഷ്, KS ജയ തുടങ്ങിയവർ പങ്കെടുത്തു. പുളിഞ്ചോടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ അഴീക്കോട് സമാപിച്ചു. വോട്ട് ഫോർ UDF എന്ന അഭ്യർത്ഥനയുമായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് കാൽനട പ്രചരണ യാത്ര കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് രണ്ടാം ദിനം പ്രചരണം നടത്തിയത്. മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലെന്നും കാട്ടാനയുടെ നിരന്തരമായ ഭീഷണിക്ക് അറുതി വരുത്തണമെന്നും കാട്ടാനയുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് നിയമം കൊണ്ടുവരുന്നതിന് പുതിയ സർക്കാർ വരണമെന്നും ഉദ്ദേശത്തോടു കൂടിയാണ് വേറിട്ട ഒറ്റയാൾ പ്രചരണമെന്ന് ജോസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM പാർട്ടി കോൺഗ്രസ് തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച SDPIയുമായി ചേർന്ന് LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. ഈ കൂട്ടുകെട്ട് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ പോലും പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വോട്ടർമാർക്ക് BJP സൗജന്യമായി കിറ്റുകളും പണവും മദ്യവും വിതരണം ചെയ്തുവെന്ന് LDF പരാതി. ബാറുകളിലൂടെ മദ്യം വിതരണം ചെയ്തെന്നും ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നും LDF നേതാക്കൾ. കഴിഞ്ഞ 15 വർഷത്തിനിടെ സർക്കാർ വിവിധ മാധ്യമങ്ങൾക്കായി നൽകിയ പരസ്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ. മാർച്ച് 6 മുതൽ മാർച്ച് 31 വരെയുള്ള പരസ്യത്തിനായി ചെലവഴിച്ച തുകയും കൂട്ടിച്ചേർക്കുമ്പോൾ ഭീമമായ തുകയായി ഉയരും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.